താങ്ക് യു ന്യൂസ്. ഹായ് എവരിവൺ, ശിവദം ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നോ അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക. കളക്റ്റീവ് റീഡിംഗ് ആണ്, ഒരു ഗൈഡൻസ് മാത്രമാണ്. നന്നായി ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വേദന മനസ്സിലാക്കി അവർ ചെയ്ത തെറ്റുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നിങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടുമോ എന്നാണ് നോക്കുന്നത്. നന്നായി പ്രാർത്ഥിക്കുക. ഇവിടെ വന്നിട്ടുള്ള സോഡിയക് സൈൻസ് ആണ് സ്കോർപ്പിയോ, ജെമിനി, എക്വേറിയസ്. എർത്ത് എനർജി പറയുമ്പോൾ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. സ്കോർപ്പിയോ എയർ, ജെമിനി, ലിബ്ര, എക്വേറിയസ്. മാസ് ബുധഗ്രഹമാണ്, ചൊവ്വാഗ്രഹം. സ്കോർപ്പിയോ, ജെമിനി, എക്വേറിയസ്, എർത്ത്. സ്കോർപ്പിയോ എയർ, മാർസ്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ജെമിനി, ലിബ്ര, എക്വേറിയസ്. നമ്പേഴ്സ് 5, 10, 7, 11, 13, 0, 16. ഓവറോൾ എനർജി വന്നത് ഒരു 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പം 9 വാണ്ട്സിൻ്റെ എനർജി പറയും എന്തും നേരിടാനുള്ള ഒരു ധൈര്യം വന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും എൻഡ് ആക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നതൊരു 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് വേദനിക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഈ റിലേഷൻഷിപ്പിനെ ഓർത്തിട്ട് ഒരുപാട് സങ്കടപ്പെടുന്ന ആളുകളുണ്ട്. 24 മണിക്കൂറും ആ ഒരു കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. ചെയ്ത കാര്യങ്ങളൊന്നും ശരിയായില്ല എന്നൊക്കെ ഒരു തോന്നൽ ഉള്ളതായിട്ടാണ് കാണുന്നത്. മറ്റു ചിലർക്ക് സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ഒരുപാട് കടത്തിലായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ, ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ നഷ്ടപ്പെട്ട് മാത്രം ആലോചിച്ചിരുന്നത് നമ്മുടെ ലൈഫിലേക്ക് എപ്പോഴും നെഗറ്റീവ് എനർജി കയറി വരും. പിന്നെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടത് ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ പോസിറ്റീവ് തോട്ട്സിലേക്ക് വരിക, എന്നാലേ നന്മകൾ ഉണ്ടാകും. പ്രസൻറ്റിലേക്ക് വരിക, ഫ്യൂച്ചർ ചിന്തിക്കുക. ഇപ്പോൾ ലൈഫിലെല്ലാം ബ്ലോക്കായി കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കിങ് ഓഫ് സോഡിൻ്റെ എനർജി പറയുന്നത് മറ്റാരും നിങ്ങളെ സഹായിക്കാനോ നിങ്ങളുടെ വിഷമം കേൾക്കാനോ ഒന്നിനും ആരും ഇല്ല എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ തന്നെ വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വേദനയും വിഷമവും ഒക്കെ ഉള്ളിൽ തന്നെ അടക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുറത്ത് കാണിക്കാതെ ഇരിക്കുന്ന കുറേ അധികം ആളുടെ വേദനയൊക്കെ മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കേണ്ട ഒരു ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുള്ള അത്രയും ഒരു പവറുള്ള ആളുകളായിട്ടാണ് കുറേയധികം ആളുകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയധികം വേദന ഉള്ള ആളുകളാണെങ്കിലും കൂടി അതൊക്കെ ഹീൽ ചെയ്താൽ പോകാൻ പറ്റുന്ന അത്രയും മനഃശക്തിയുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാത്തിനും നീതി കിട്ടും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കണമെന്ന് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത് വന്നത് ഒരു 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്, നൈറ്റ് ഓഫ് സോഡാണ്. ഒരു 10 ഓഫ് സോഡിൻ്റെ എനർജിയിൽ ചില ആളുകൾ എല്ലാ കാര്യവും എൻഡാക്കിയിട്ട് പോകാൻ തീരുമാനിച്ചതായിട്ട് കാണുന്നുണ്ട്. മറ്റു ചിലർ ഒരു റീബർത്താണ് ചെയ്യുന്നത്. കുറേ ആളുകൾക്ക് ഈ എല്ലാം അവസാനിപ്പിച്ച് ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവർ അതിനു വേണ്ടി ഒരുപാട് മുന്നോട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യവും ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു പരീക്ഷണം മാത്രമാണെന്ന് കരുതുക. ഈ പ്രതിസന്ധിക്ക് ശേഷവും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഈ പേഴ്സൻ്റെ മുന്നിൽ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മാറ്റി
നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഇപ്പോഴുള്ള ഈ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ നെഗറ്റീവ്സായ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് അവർക്ക് എല്ലാം മനസ്സിലാണ്. അതുകൊണ്ട് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ തടസ്സങ്ങളെയും മാറ്റി മുന്നോട്ട് പോരാൻ ശ്രമിക്കുന്നതായിട്ടാണ്. എല്ലാത്തിൻ്റെ ഇതുവരെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ അവർ അവസാനം വേണമെന്ന് അവർ സ്വയം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കുറേ അധികം ആളുകൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം, കുറേ ആളുകൾ എൻഡാക്കി പോകുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട്. അടുത്ത് വന്നത് ഒരു 7 of Swords എനർജിയാണ്, പേജ് ഓഫ് സോഡാണ്. ഇപ്പോൾ 7 of Swords എനർജിയിൽ പല കാരണങ്ങളാലും പല വ്യക്തികളാലും ചീറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയായിട്ടാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ മോശം കൂട്ടുകെട്ടുകളാകാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ആളുകളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ച കണ്ട് അതിൽ ജലസ് തോന്നി എന്തെങ്കിലും മറ്റുള്ളവർ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാകാം. പല തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും ജീവിതത്തിലേക്ക് ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പേജ് ഓഫ് സോൾഡ് എനർജി പറയുന്നത് ജീവിതത്തെക്കുറിച്ച് പല കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നൊരു സമയമായിട്ടാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി പോകാൻ മുന്നായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ജീവിതത്തിലെ പല കാര്യങ്ങളും ജോലിയായാലും പഠിക്കുന്നതായാലും റിലേഷൻഷിപ്പായാലും എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതായിരിക്കും. അപ്പം ചില ആളുകൾ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു കാര്യം, അതൊക്കെ എല്ലാ തടസ്സങ്ങളും, അതുകൊണ്ട് തന്നെ ഇത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് പോകാൻ തന്നെയാണ്, ഈ ചീറ്റിംഗ് എനർജിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അടുത്ത് വന്നത് ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ്, നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിളും നൈറ്റ് ഓഫ് കപ്സും ആണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിളും നൈറ്റ് ഓഫ് കപ്സാണ്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ ഇതിൽ പറയുന്നത് കുറച്ച് കുറച്ച് ഈഗോ ഉള്ള വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവർക്കിപ്പോൾ നിങ്ങളുമായിട്ടൊരു നല്ല സ്നേഹത്തിൽ നിൽക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് അവരുടെ ഈഗോ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അതിന് ഇപ്പം ഇതുവരെ അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്, ഈഗോ ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു നല്ല സ്നേഹത്തോടെ മുന്നോട്ട് പോകാമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രണയം അവരുടെ മനസ്സിലുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അവരങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് തന്നെ. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും യൂണിവേഴ്സായിട്ട് കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ജോലിയാകാം, വിവാഹമാകാം, റിലേഷൻഷിപ്പാകാം, സാമ്പത്തികമായ ഏത് കാര്യത്തിനാണോ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരുന്നത്, ഏത് കാര്യത്തിനാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ആ കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓവറോൾ എനർജി, വെയിറ്റിംഗ് എനർജിയാണ് വന്നത്. അപ്പോൾ ആ വെയിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത് വന്നൊരു ഡെത്ത് കാർഡാണ്, ഏസ് ഓഫ് വാൻഡ്സ്, പുതിയ തുടക്കം. എല്ലാം അവസാനിച്ചൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എൻഡാക്കി പോകുന്ന കുറേ ആളുകൾ, ചില ആളുകൾ അതെല്ലാം വീണ്ടും പുനർജനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ 10 of Swords കണ്ടില്ലേ, എല്ലാം ഒരുപാട് വേദനയും വിഷമവും സഹിച്ച് ഒരു എൻഡാക്കിയൊരവസ്ഥയിൽ അതിൽ നിന്ന് പുനർജനിക്കുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഇതെല്ലാം തട്ടി മാറ്റി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ ഡെത്ത് കാർഡിൽ പുനർജനിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. നല്ലൊരു ജീവിതം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് പതുക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി സ്ട്രഗിളിങ്ങിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി പറയുന്ന ഒരു പുതിയ തുടക്കത്തെ അവർ നിങ്ങളിലേക്ക് പുതിയ ഒരു പ്രതീക്ഷകളും പുതിയ ഒരു ജീവിതവുമായിട്ട് നിങ്ങളിലേക്ക് വെച്ച് നീട്ടുന്നതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കാനാണ് അവർ പറയുന്നത്. ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫുൾ കാർഡ് വന്നിട്ടുണ്ട്.
10 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. അപ്പം ഇത്രയും ഭാരങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം അടക്കി പിടിച്ച് ഒരുപാട് ഉത്തരവാദിത്തം ജോലി സ്ഥലത്തായാലും താമസ സ്ഥലത്തായാലും എല്ലാ സ്ഥലത്തും അവർക്ക് ഭാരങ്ങൾ തന്നെ ചുമക്കാനുള്ളത്. റിലേഷൻഷിപ്പിലാണെങ്കിലും അതേ അവസ്ഥ. അപ്പോൾ അത്രയും എന്തൊക്കെ ചുറ്റുപാടുകൾ, സാമ്പത്തികം ചിലപ്പം വളരെ മോശമായ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചുറ്റുപാടിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് പോകാൻ അവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അവർ പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം മുന്നോട്ട് പോയാൽ ഇനിയും നല്ല ജീവിതമാണ് അവർക്ക് വരാനുള്ളത്. അപ്പം ഒരു പുതിയ പ്രതീക്ഷ, പുതിയ ജീവിതം, പുതിയൊരു അവസരം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ചില കാർമ്മികമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉൾക്കാടിലൊരു പുതിയ തുടക്കം, കോൺഫിഡൻസോടുകൂടെ ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ തുടക്കം, ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ആദ്യം എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് തീരുമാനിച്ച് ഒക്കെ മുന്നോട്ട് കൊണ്ടുണ്ടാകും. അപ്പോൾ എല്ലാവരുടെയും കീഴിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ടാകും. ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് അതൊന്നും ശരിയാവില്ല, ഇനി എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സക്സസ് ആണ് ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്നതാണ് കാണുന്നത്. ലാസ്റ്റ് വന്നൊരു ടവർ കാർഡാണ്. കുറേ കാർഡ് വരുന്നുണ്ട്. ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. അതിന് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയത് എത്ര നോക്കിയിട്ടും കിട്ടിയതാ ഒന്ന് 10 ഓഫ് സോഡിൻ്റെ എനർജി, 4 ഓഫ് സോഡ്, 7 ഓഫ് കപ്പ്. അപ്പോൾ ഈ കുറച്ച് ആളുകൾക്ക് ഇത് എൻഡാക്കി പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇവർ അത്രയും വേദനയും വിഷമവും സഹിച്ച് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ ലെറ്റ് ഗോ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു എൻഡിങ് ഉണ്ട്. കുറച്ച് ആളുകൾക്ക് എൻഡിങ് ഉണ്ട്. അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം ടവർ കാർഡ് ഒരു എൻഡിങ് ഉണ്ട്. ചില ആളുകൾ എന്താ മുന്നോട്ട് എങ്ങനെ പോകണ്ട എന്താ തീരുമാനിക്കുന്നുണ്ട്. ആ തീരുമാനിച്ച് ഒരു ഉറച്ച തീരുമാനത്തിലെത്തുന്നുണ്ട്. ആ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു ഉറച്ച തീരുമാനത്തിലെത്തുന്നുണ്ട് ചില ആളുകളത്. ആ ഉറച്ച തീരുമാനം എന്താണെന്ന് നോക്കാം. ചീറ്റിംഗ് എനർജിയാണ് കിട്ടുന്നത് അവർക്ക്. നിങ്ങൾക്കായിരിക്കും ചീറ്റിംഗ് എനർജി കിട്ടി. മുന്നിൽ തടസ്സങ്ങളാണ്. നീതി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. ബാലൻസിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുന്നവർക്ക്, ബാലൻസിലേക്ക് കൊണ്ടുവരുന്നവർക്ക് ഈ തടസ്സങ്ങൾ ഒരു മുന്നോട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് എന്ത് വേണമെന്ന് ചിന്തിച്ച് തീരുമാനിച്ചിരിക്കുന്ന ആളുകൾ ആ ഉറച്ച തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോയിട്ട് നല്ല ജീവിതത്തിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് ആളുകൾക്ക് ഇത് എൻഡിങ് ആണ്. ഇപ്പം ഉള്ള റിലേഷൻഷിപ്പ് എൻഡിങ് ആകുന്നതായിട്ടാണ് കാണുന്നത്. എന്താ അത് ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പം ഓരോ തീരെ താല്പര്യമില്ലാത്ത കാര്യത്തിൽ നിന്നിട്ടൊരു മുന്നോട്ടുള്ള ജീവിതം ഒരിക്കലും സുഖമാവില്ല. അപ്പോൾ അതുകൊണ്ട് എൻഡാക്കി പോകുന്നതായിരിക്കും. മറ്റ് ചിലർക്ക് അത് മുന്നോട്ട് പോകുന്ന രണ്ട് ഇത് കിട്ടിയിട്ടുണ്ട്. രണ്ട് വിധത്തിലുള്ള. അപ്പോൾ ഒന്ന് ഒരു പോസിറ്റീവായ എനർജി, ഒന്ന് നെഗറ്റീവായ എനർജിയാണ്. അപ്പോൾ ഒന്നിൽ എല്ലാം എൻഡാക്കിയിട്ടുണ്ടെങ്കിലും അതൊരു റീബർത്ത് ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ഫുൾ എൻഡാക്കി പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ അപ്പോൾ ഓരോരുത്തരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട്. ആ പുതിയ തുടക്കം കുറേയധികം ആളുകളിലേക്ക് പുതിയ തുടക്കം വരുന്നുണ്ട്. ഐസോ വാൻസിൻ്റെ എനർജിയാണ്. പുതിയ തുടക്കം വരുന്നുണ്ട്. കുറച്ച് ആളുകൾ എൻഡാക്കി പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റീഡ് ചെയ്തൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോയിൽ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.